നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിക്കണ്ട, എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞു. ആ ജഗന്നാഥൻ അവിടെ നിൽക്കുന്നത് കൃഷ്ണതുളസി ആരാന്ന് കണ്ടുപിടിക്കാനാ. താൻ എന്താ ഈ പറയുന്നേ? സത്യമാണ് സർ. കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ വന്നു. കൃഷ്ണതുളസി ആരാന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം. അതിന് പുറകിൽ എന്തോ ലക്ഷ്യമുണ്ട്. വേറെ ആരൊക്കെ അയാളുടെ പുറകിലുണ്ട് സാർ. ക്രൂരനാണ് ആ ജഗന്നാഥൻ. സാർ എന്തെങ്കിലും ഉടനെ ചെയ്യണം. സ്റ്റുഡിയോയിൽ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും താൻ പറഞ്ഞതിനും നന്ദി. താൻ ചെല്ല്. ശരി സാർ. വിവേക് വിളിക്കുന്നു. എടുക്ക്, ഉടനെ എത്താന്ന് പറ. ഞങ്ങൾ എത്താറായി. നിക്ക്, വരണ്ട, വണ്ടി ഒതുക്കാൻ പറ. വിവേക്, എന്താടാ പ്രശ്നം? എന്താടാ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ? കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കാനായി സ്റ്റുഡിയോയുടെ മുന്നിൽ ജഗന്നാഥൻ നിൽക്കുന്നുണ്ട്. ജഗന്നാഥനോ? അതെന്തിനാ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കുന്നത്? എന്താ സംഭവം എന്ന് തെളിച്ച് പറ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ പിന്നിൽ അരുന്ധതിയാ. അരുന്ധതി തന്നെയാണ് ജഗന്നാഥൻ അയച്ചിരിക്കുന്നത്. വിസ്മയുടെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു. ശ്യാമയാണോന്ന് സംശയം കാണും. അതിനുവേണ്ടിയാ ജഗന്നാഥനെ അയച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ വേറൊരുത്തനും കൂടിയുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അയാളെ. ഞാൻ ഇപ്പൊ തന്നെ അയാളുടെ ഫോട്ടോ അയക്കാം. ഇതാണ് SI ജയേഷ്. എടാ വിവേക്, ജഗന്നാഥന്റെ കൂടെ നിൽക്കുന്നവൻ ആ ജഗന്നാഥിനേക്കാൾ വലിയ ക്രിമിനലാ. SI ജയേഷ് ആണോ? എന്തായാലും ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് തിരിച്ചുവിട്ടാലോ? മനസ്സിലായില്ല. അതായത് കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവരുന്നു. ജഗന്നാഥനും ജയേഷും അതാണ് കൃഷ്ണ തുളസിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. ശ്യാമയുടെ ഒരു വലിയ തടസ്സം മാറി കിട്ടും. സൂപ്പർ ഐഡിയ. താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ ഒരു കസിൻ ഉണ്ട്, ചാരുമള. ഞാൻ ചാരുമള ഇപ്പൊ തന്നെ വിളിച്ചു വരുത്താം. ബാക്കി ഞാനും ചാരുമളയും കൂടി നോക്കിക്കോളാം. നിങ്ങൾ വിട്ടോ. പാട്ട് അടുത്ത ദിവസം എടുക്കാം. ശരിടാ, ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.